എല്ലാവർക്കും നമസ്കാരം. എല്ലാം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ ഏതാണ്ട് ഈ സവാള ഉള്ളി കൊണ്ട് ഒരു ടേസ്റ്റി കറി തയ്യാറാക്കാൻ പോവുകയാണ്. നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ സവാള ഉണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള ഒരു കറി തയ്യാറാക്കി നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ ഒരു കറിയാണ് ഞാൻ ഈ സവാള കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സവാള കൊണ്ട് ആ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കണ്ടില്ലേ മക്കളെ, ആ കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, ദോശ, ഇഡലി. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിഴുപുളി, ഇനി ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലത്തെ മൂടം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെടുകെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. എന്നാലും ഇത് നന്നായി പെർഫെക്റ്റിനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞൊക്കെ ഇനി എടുത്തിട്ടുണ്ട്. നമുക്കിനി കറി തയ്യാറാക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കറി തയ്യാറാക്കിയിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ, 2 വറ്റൽമുളക്, ഒരു തണ്ട് കറി വെച്ച് സവാള ഇട്ടു, 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഗരം മസാലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് മൂക്കണം. ക്രിസ്പി ആവണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതില്ലേ ഇനി കുറച്ചുകൂടെ ഒന്ന് മൂക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയായിട്ടുണ്ട്. ഒന്നുകൂടെ വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി വെക്കാനൊന്നുമില്ല. ഇങ്ങനെ എന്നും നമുക്ക് സവാള ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിയും കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള എല്ലാം കണ്ട് ഇതേ രീതിയിൽ വഴന്ന് വെന്ത് വന്ന് 2 പച്ചമുളക് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അത് കീറിയിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. കാരണം ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇത് വഴന്ന് മൂക്കണം കേട്ടോ. ഇത്രയായി. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പുമൊക്കെ നോക്കാം. ഇത് ഞാൻ ഉപ്പ് നോക്കട്ടെ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മളൊരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി ആവരുത് ഉലുവ. പിന്നെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് മക്കളെ നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേന് ഇത് കുറുകി ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞു വരും. കണ്ടില്ലേ മക്കളെ?